ചർച്ചയിലേക്ക് രണ്ടാം ഘട്ടത്തിൽ വരുമ്പോൾ കേരളത്തിൽ പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ എത്തുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗങ്ങളിലെ കൂടി വിശകലനങ്ങളും ഏത് രീതിയിലായിരിക്കും ഒരുപക്ഷെ പുതിയ സർക്കാരിന് മുന്നിലേക്ക് ഭാവനാപൂർണമായ ആസൂത്രണത്തിനൊപ്പം പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സാഹചര്യമാണോ കേരളത്തിൽ തുടങ്ങിയ എല്ലാ തലത്തിലുള്ള ചർച്ചകളും പരിശോധനകളും ആവശ്യമാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം ഡോക്ടർ തോമസ് ഐസക് CPM കേന്ദ്ര കമ്മിറ്റി അംഗം നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. KPCCയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് PS സലീം, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, BJP നേതാവ് അഡ്വക്കേറ്റ് VV രാജേഷും S സജീവൻ രാഷ്ട്രീയ നിരീക്ഷകനും തത്സമയം ചേരുന്നു. ആദ്യം ഡോക്ടർ ഐസക്കിലേക്ക് പോയ ഡോക്ടർ ഐസക്, ഇവിടെ ഈ സാഹചര്യത്തിൽ നിന്നെന്തായാലും ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് വലിയൊരു കടമ്പ തന്നെ പിന്നിടാൻ കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തായാലും സർക്കാരിന് മുന്നിലുള്ള മുന്നോട്ട് നയിക്കുമ്പോൾ അതിൻ്റെ പല കുറി ഘട്ടങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ടി വരുന്ന സാഹചര്യം, അവിടെ സാമ്പത്തിക ഘടന വ്യക്തമായും പരിശോധിക്കപ്പെടേണ്ട ഒരു ഘട്ടമാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച് എന്തായാലും നമുക്ക് ആസൂത്രണ കമ്മീഷൻ ഒരുപക്ഷെ പുറപ്പെടുവിച്ച ആശങ്കകളടക്കം നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല അഗാധതലത്തിലേക്ക് പോലും പരിശോധിക്കേണ്ടതില്ല, ഉപരിവിപ്ലവമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാകുന്ന ഒരു സാമ്പത്തിക സ്ഥിതികളാണുള്ളത്. ഒരുപക്ഷെ ഭാവനാപൂർവമായ ഒരു ആസൂത്രണത്തിനൊപ്പം പ്രായോഗികമായ ഇച്ഛാശക്തി വേണം, പക്ഷേ നടത്തിക്കൊണ്ടുവരാൻ വേണ്ട ഒരു പ്രതലം വേണം. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ വയ്ക്കുന്ന പ്രകടന പത്രികയിൽ പറയുന്നതിനപ്പുറത്തേക്കുള്ള സാഹചര്യങ്ങളിലേക്ക് എത്താൻ ഉതകുന്നതാണോ? ഇന്നത്തെ സാഹചര്യത്തിൽ എത്രത്തോളം വെല്ലുവിളി താങ്കളെപ്പോലെയുള്ള സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ താങ്കളടക്കമുള്ളവർ പക്ഷേ ആ രീതിയിൽ ചുക്കാൻ പിടിക്കുമ്പോൾ നേരിടാവുന്ന വെല്ലുവിളികൾ? പുതിയ സർക്കാരിൻ്റെ ആദ്യ വർഷം വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ വർഷമായിരിക്കും. കാരണം സംസ്ഥാന ധനകാര്യം അത്രയ്ക്ക് കുളമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ സ്ഥിതിവിശേഷം അതല്ലായിരുന്നു. ഞങ്ങൾക്ക് സ്വീകരിച്ച രീതിയോട് എതിർപ്പുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സാമ്പത്തിക ക്രമീകരണത്തിലൂടെ കമ്മി കുറച്ചു കൊണ്ടുവരുന്നതിനൊക്കെ വിജയിച്ചിരുന്നു. പക്ഷെ അതിനുവേണ്ടി ഉപയോഗിച്ച മാർഗം ചെലവ് ചുരുക്കലാണ്. ഞങ്ങളതിൽ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തു. LDF വന്നപ്പോഴും തുടർന്നു. പക്ഷേ ചെലവ് ചുരുക്കാനല്ല നോക്കിയത്, വരുമാനം വർദ്ധിപ്പിക്കാനാണ്. അതിന് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു 10 വർഷക്കാലം സാമ്പത്തിക നില മെച്ചപ്പെട്ടു വരികയായിരുന്നു. ആ നേട്ടം മുഴുവൻ 5 വർഷം കൊണ്ട് ഇല്ലാതാക്കി. ഇന്നൊരു കൊട്ടക്കേസാണ് കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളം അടുത്ത വർഷം റവന്യൂ കമ്മി പൂജ്യമാക്കേണ്ടതാണ്. അടുത്ത വർഷം ഇന്ന് ബഡ്ജറ്റിൽ വച്ചിരിക്കുന്ന ചെലവുകളൊക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2.5% കമ്മി വരും. അതുകൊണ്ട് ഈ സർക്കാരിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയായിരിക്കും പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനങ്ങൾക്കുള്ള പണം കണ്ടെത്തുക എന്നുള്ളത്. കാരണം ഒരു റിയലിസ്റ്റിക്കും അല്ലാത്ത ഒരു പ്ലാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിനുള്ള റിസോഴ്സ് ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ബഡ്ജറ്റിന് പുറത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളതുണ്ട്. താൽക്കാലികമായിട്ട് പണം വായ്പ എടുത്തതിൻ്റെ ഷോർട്ട് ടേം ഡ്യൂസ് ഉണ്ട്. ഏതായാലും ഒരു ധവളപത്രം കൊണ്ട് മാത്രമേ ഒരുപക്ഷെ താങ്കൾ പറയുമ്പോഴും താങ്കളെ കേൾക്കുന്ന ജനങ്ങൾ, കാരണം പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പൂർണ്ണാർത്ഥത്തിൽ ഒരു മെറിറ്റ് വന്ന സാഹചര്യത്തിൽ ആ ഒരു ധനസ്ഥിതിയുടെ അച്ചടക്കമില്ലായ്മ ക്രമീകരിക്കുമ്പോൾ അധിക ബാധ്യത അത് ജനങ്ങളിലേക്ക് എത്തപ്പെടുമോ? സ്വാഭാവികമായും ഒരുപക്ഷെ താങ്കളെ കേൾക്കുന്ന ആളുകൾക്ക്, കാരണം അത്രത്തോളം വളരെ മോശമായ ധനസ്ഥിതി, അതിൻ്റെ താളം തെറ്റിക്കിടക്കുന്ന ധനസ്ഥിതി ശരിയായ വഴിയിലൂടെ എത്തപ്പെടുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ആശങ്കപ്പെടും. അതിൻ്റെ ബാധ്യതകൾ അധികമായി ജനങ്ങളിലേക്ക് എത്തുമോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരിക്കൽ പോലും നികുതി നിരക്ക് കൂട്ടിയിട്ടില്ല. ഒരിക്കൽ പോലും. മദ്യത്തിനൊഴികെ ചെറിയ നികുതി വർധന വരുത്തിയ, കൂടുതലും നിലവിലുള്ള നികുതി കൂടുതൽ കാര്യക്ഷമമായി പിരിച്ചുകൊണ്ടാണ്. എന്നുവെച്ചാൽ ജനങ്ങളുടെ മേൽ പുതിയ ബാധ്യത വരുന്നില്ല. കാരണം ജനങ്ങളിൽ നിന്ന് സാധനം വിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നികുതി പിരിക്കപ്പെടുന്നുണ്ട്. അത് കൃത്യമായിട്ട് പരിശോധിച്ച് സർക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പണി. അത് UDFൻ്റെ ഭരണകാലത്ത് ഒട്ടും നടന്നിട്ടില്ല. ഈ വലിയ നികുതി നിരക്കിൽ വർധന വരുത്തി 4% 5% നികുതിയാക്കി, 12% 14%, തുണിക്ക് പോലും നികുതി കൊണ്ടുവന്നു. പക്ഷേ നികുതി വരുമാനം
ഒരു പ്രതിവർഷം 10% വേഗതയിൽ മാത്രമേ വളർന്നിട്ടുള്ളൂ. ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാൾ വളരെ താഴ്ന്ന തോതിലാണ് വിഭവ സമ്മാനം നടന്നത്. പക്ഷേ പുതിയ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റിൽ പറഞ്ഞ പല കാര്യം ചെയ്യില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം പ്ലാനിൻ്റെ 59% ചിലവായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം വെച്ചാൽ അതെ ഈ കഴിഞ്ഞ ധനകാര്യ അതിന് മുമ്പുള്ള ധനകാര്യ വർഷം 61% ചിലവാക്കിയിട്ടുള്ളത്. എന്നാൽ മൊത്തം ചിലവ് കുറയുന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്നറിയാം, പ്രഖ്യാപിച്ച കാര്യമല്ല ചെയ്യണത്, അപ്പം തോന്നുന്ന വിളിക്കനുസരിച്ച് ഓരോ പണം ചിലവാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കോളേജ് വേണം, എന്നാൽ കോളേജ് ഇരിക്കട്ടെ, അപ്പുറത്തൊരു താലൂക്ക് വേണം, എന്നൊരു താലൂക്ക് ഇരിക്കട്ടെ. ഈ രീതിയിലുള്ള ചെലവുകൾ ഒരു പക്ഷേ ആ ഒരു പൊരുത്തപ്പെടാനാകാത്ത സാഹചര്യം. ഡോക്ടർ മേരി ജോർജ്, ഇവിടെയാണ് ഐസക് പ്രകടിപ്പിച്ച ആ ആത്മവിശ്വാസം. ഒരു പക്ഷേ പ്രതലമുണ്ട്, വഴികളുണ്ട്, അതിലേക്ക് നമ്മൾക്ക് സഞ്ചരിക്കാനുള്ള ഇച്ഛാശക്തി, ആ രാഷ്ട്രീയമായ ഇച്ഛാശക്തി. കാരണം ആസൂത്രണമുണ്ട്, പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാനുള്ള ഇച്ഛാശക്തി വേണം. അതിനുള്ള പ്രതലം നമുക്കുണ്ടോ, അതോ ഈ പറയുന്ന രീതിയിലുള്ള വെല്ലുവിളികൾ അത് നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ്, അധിക ബാധ്യതകൾ സ്വാഭാവികമായും ജനങ്ങളിലേക്ക് എത്തപ്പെടും. കാരണം ഇവിടെ വലിയ വാഗ്ദാനമാണ് പ്രകടന പത്രികയിൽ. അത് നിറവേറ്റണമെങ്കിൽ അതിന് പറ്റിയൊരു സാമ്പത്തിക ഭദ്രത ഒരു പക്ഷേ വേണം. അതിലുണ്ടോ എന്ന് കേരളത്തിലെ സാധാരണക്കാർ പോലും സംശയിക്കുന്ന സാഹചര്യം. അത് മറികടക്കാൻ അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഒരുപക്ഷെ ഡോക്ടർ ഐസക്കിനോ അല്ലെങ്കിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയ്ക്കോ. എൻ്റെ പൂർണ്ണ വിശ്വാസവും അങ്ങനെ ഒരു മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ ഡോക്ടർ ഐസക്കാണ് ധനമന്ത്രിയായിട്ട് വരുന്നത് എങ്കിൽ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ആർക്കും അങ്ങനെ ഒരു സംശയം കാണുമെന്ന് സാധിക്കുമെന്ന് പറയാൻ കാരണം ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലിയിൽ വെച്ച CAG റിപ്പോർട്ട് 2015 റിപ്പോർട്ടിൽ പറയുന്നത് 2014-15 വർഷം പിരിച്ചെടുക്കേണ്ടിയിരുന്ന നികുതി അതായത് സംസ്ഥാനത്തിന് വരേണ്ടിയിരുന്ന നികുതി വരുമാനത്തിൻ്റെ 56% പിരിച്ചെടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 44% പിരിച്ചെടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ 10,535 കോടി അരിയർ പിരിച്ചെടുക്കാനുള്ളതായിട്ട് വകുപ്പുകളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ CAG പറയുന്നുണ്ട്. അപ്പോൾ CAG പറയുമ്പോൾ നമുക്കത് കള്ളമാണെന്ന് പറയേണ്ട, അത് രാഷ്ട്രീയമായ ഒരു ഇടപെടലല്ല അത് കാരണം കൊണ്ട്. അപ്പം ഈ 44% പിരിച്ചെടുത്താൽ തന്നെയും അതൊരു വലിയ വരുമാനമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അരിയർ പിരിച്ചെടുക്കാൻ പറ്റാത്തത്? ഇപ്പോൾ ഡോക്ടർ ഐസക് ഒരു ധനമന്ത്രി ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ പറയുന്നതിൽ അപാകതയുണ്ടെങ്കിൽ അത് മനസ്സിലാകും. അതായത് ഇപ്പോൾ സ്റ്റേ ഓർഡറിന് വരുമ്പോൾ സ്റ്റേ ഓർഡറിന് വരുന്ന ആള് സത്യസന്ധമായ ഒരു കാരണം കൊണ്ടാകാം, പലപ്പോഴും സത്യസന്ധമായ കാരണങ്ങൾ കൊണ്ടല്ല സ്റ്റേ ഓർഡർ വാങ്ങി അരിയറാക്കി വരുന്നതിൻ്റെ കാരണം. അപ്പോൾ ഈ സ്റ്റേ ഓർഡറിന് വരുന്നവരോട് പറയണം, നിങ്ങൾ 80% അങ്ങ് അടയ്ക്കും, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് സ്റ്റേ ഓർഡർ തരാം. കേസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുവെങ്കിൽ അപ്പോൾ അത് മുഴുവനും തിരിച്ചു തരാം, പലിശയും തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഖജനാവിലേക്ക് പണം വരികയും ചെയ്യും, ഈ സ്റ്റേ ഓർഡറിന് വേണ്ടിയുള്ള തള്ളലോട്ട് കുറയുകയും ചെയ്യും. പക്ഷേ ഇത് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട്, രാഷ്ട്രീയ കാരണങ്ങളാകാം, വ്യക്തിപരമായ കാരണങ്ങളാകാം, രാഷ്ട്രീയമായ ഒരു പക്ഷേ കാരണങ്ങൾ തന്നെയായിരിക്കും ഒരു പക്ഷേ കൂടുതലും അങ്ങനെയുള്ള കാരണങ്ങൾ. അതെ, അപ്പം അതൊന്നു മാത്രമേ അരിയർ പിരിച്ചെടുക്കുക എന്നുള്ളത്. ഇതുപോലെ തന്നെ ഡോക്ടർ ഐസക് ഒരുപാട് നികുതി വർദ്ധിപ്പിച്ച കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ ഈ വാറ്റിൽ വരുന്ന നികുതികളാണ്. നമ്മുടെ മറ്റു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ KSEB തന്നെ, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് തന്നെ ഒരുപാട് ഭൂമി, സംസ്ഥാനത്തിൻ്റെ ഭൂമിയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കയ്യിലിരിക്കുന്നത്. അതുപോലെയുള്ള വിവിധ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഒക്കെ കയ്യിൽ സർക്കാരിൻ്റെ ഭൂമിയാണ്, സർക്കാരിൻ്റെ ബിൽഡിംഗ് ആണ്, കൃത്യമായിട്ട് സർക്കാരിന് ഇത് കൊടുക്കേണ്ടതാണ്. അതായത് നികുതി ഇതര വരുമാനമായിട്ട് വരേണ്ട വരുമാനം ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ ഈ പറയപ്പെട്ടതൊക്കെ 1960-കളിലോ 70-കളുടെ ആരംഭത്തിലോ നികുതി പരിഷ്കരിച്ചതാണ്. അതിനുശേഷം അവരുടെ ഒന്നും ടാക്സ് റേറ്റ്സ് പരിഷ്കരിച്ചിട്ടില്ല. അതായത് ഒരുപക്ഷെ മറികടക്കാവുന്ന സാഹചര്യം ഒരുപാട് അത് ഇച്ഛാശക്തിയോടുകൂടി ഒരു ധനമന്ത്രി, അവിടെ രാഷ്ട്രീയം വരാൻ പാടില്ല. രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ ഐസക്കാണ് ഇരിക്കുന്നതെങ്കിൽ പോലും, ധനമന്ത്രിയായിട്ട് ഇരിക്കുന്നെങ്കിൽ ഡോക്ടർ മേരി ജോർജ്, അതിന്റെ കാരണങ്ങളിലേക്ക് ഒരുപക്ഷെ പോകുമ്പോഴാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് സാഹചര്യം. അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ, അതായത് ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എവിടെയാണ്? ജനങ്ങൾക്ക് വികസനം കൊടുക്കുക എന്നുള്ളതാണോ, അതോ സ്വന്തം പാർട്ടിയെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണോ ആ നയം എന്നുള്ളതിലാണ്, അവിടെയാണ് കമ്മിറ്റ്മെന്റ് ഇരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരു ധനമന്ത്രി വളരെ ശക്തനും ക്രിയാത്മകമായിട്ട് കമ്മിറ്റ്മെൻറ്റോടുകൂടി ചെയ്യുന്നവനുമാണെങ്കിൽ പോലും പറ്റാതെ വരും. സ്വന്തം പാർട്ടി തന്നെ പുറകിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടിയിൽപ്പെട്ടവർ അല്ല അങ്ങനെ. ഞാൻ രാഷ്ട്രീയമായ രീതിയിലേക്ക് ഒരു പക്ഷേ ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ സലീം, ഈ സാഹചര്യങ്ങളിലേക്ക് സ്വാഭാവികമായി എത്തപ്പെടലായിരുന്നില്ല, അത്
അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ അത് നമ്മുടെ തന്നെ പാളിച്ചയാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ പാളിച്ചയാണെന്ന് അംഗീകരിക്കപ്പെടേണ്ടി വരുന്നു. കാരണം അത്രത്തോളം ഐസക് സൂചിപ്പിച്ചതുപോലെ നികുതി പിരിക്കുന്ന കഴിഞ്ഞ 3 വർഷം പരിശോധിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ കണക്കുകൾ സഹിതം മുന്നോട്ട് വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും അതൊന്നും പല മേഖലയുണ്ട്. അടിസ്ഥാന മേഖലയിലടക്കം വ്യക്തമായ ആശങ്കകളാണ് ഒരുപക്ഷെ ആസൂത്രണ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരിക്കുക. അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ല. അവിടെയാണ് രാഷ്ട്രീയ കാരണങ്ങളിലേക്ക് ചർച്ചകൾ വരുമ്പോൾ നമുക്ക് വൈഡായ ചർച്ചകളിലേക്ക് പോകേണ്ടി വരുന്നു. പിഴവ് അത് ഇട്ട് പോയതല്ലേ? അല്ല പ്രദീപ്, എനിക്ക് ആദ്യം ഒരു കാര്യം, ഒന്ന് ഡോക്ടർ ഐസക്കുമായി നമുക്കൊരു സാമ്പത്തിക കാര്യങ്ങളിൽ നമുക്ക് വാദിക്കാനും ജയിക്കാനും കഴിയില്ല. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു കാര്യം ഡോക്ടർ പറഞ്ഞതുകൊണ്ട് എനിക്ക് വളരെ വിനീതമായി ഞാൻ വിയോജിക്കുകയാണ്. ഒന്ന്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് രാജിവെച്ച് മാറുന്ന ഈ നിമിഷത്തിൽ ഡോക്ടർ സൂചിപ്പിച്ചത് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം തകർന്നു നിൽക്കുന്നു, ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്കാണ് ഒരുപക്ഷെ ഡോക്ടറെ പോലുള്ള ആൾ കേരളത്തിന് ധനകാര്യമന്ത്രിയായി വരുന്നു എന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ പ്രേക്ഷകർ ജനിപ്പിച്ചിരിക്കുന്നത്. 1643 കോടി രൂപയുടെ മിച്ചം ഇപ്പോഴും സ്റ്റേറ്റ് ഖജനാവിലുണ്ട്. രണ്ട്, ഇവിടെ മേരി ജോർജ് സൂചിപ്പിച്ച പോലെ ഇപ്പം നമുക്കിപ്പം ഇപ്പോൾ ടാക്സ് കളക്ഷൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടാവുന്ന രാഷ്ട്രീയമായ പ്രശ്നങ്ങളും അതിനകത്തുള്ള ഇപ്പം മാനുഷികമായ പരിഗണനകളും ഒക്കെ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു ഡോക്ടർക്ക് ഒരു സേഫ് ലാൻഡിങ്ങിന് ഉള്ളൊരു അവസരം ഇവിടെയുണ്ട്. കാരണം അരിയേഴ്സ് ഉണ്ടല്ലോ, വളരെ ഒരു എക്സോർബിറ്റൻ്റ് ആയ ഒരു എമൗണ്ട്. ഇപ്പോൾ ഡോക്ടർ വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ടാക്സ് കളക്ഷനിലുണ്ടായ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അതിൽ വളരെ ഒരു അഗ്രസീവായ നിലപാട് ഇപ്പോൾ ഡോക്ടർക്ക് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ, പ്രത്യേകിച്ചും ഒരു മികച്ച ഒരു സാമ്പത്തികമായി ഇത്തരം കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ഒരു അനിതര സാധാരണമായ കഴിവ് ഇപ്പോൾ ഡോക്ടർക്കുണ്ടെന്ന് ഇപ്പം അദ്ദേഹത്തോട് രാഷ്ട്രീയമായി വിയോജിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കേണ്ടി വരും. അത്രത്തോളം കഴിവുള്ള ഒരുപക്ഷെ ബജറ്റുകൾ എത്ര റെക്കോർഡുകൾ അടക്കം രേഖപ്പെടുത്തിയുള്ള ഒരു ധനമന്ത്രിയാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടായിരുന്നത്. അതും വിസ്മരിക്കരുത്, വിട്ടുപോകരുത്. ഇതൊക്കെ കൈകാര്യം ചെയ്ത് അതേ രീതിയിൽ പ്രദീപ്, നമ്മൾ ആ കമ്പാരിസണിലേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞത് ഈ ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇത്ര വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്തിയൊരു ഗവൺമെന്റ്, ഇത്ര ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടത്തിയത്. ഇപ്പം ഡോക്ടർ തന്നെ പറഞ്ഞ ഒരു ആകെ പറഞ്ഞ ഒരു ആരോപണം ഈ ടാക്സ് കൂട്ടിയെന്ന്. പക്ഷെ അതൊന്നും ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഒന്നും വന്നിട്ടില്ല. ഉള്ള സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്തിട്ടുണ്ട് ചരിത്രത്തിൽ ശ്രീ സലീം. അതൊന്നും ഡോക്ടർ ഐസക്കിന്റെ തന്നെ കാലഘട്ടങ്ങൾ അതിനു മുമ്പ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇപ്പൊ ഡോക്ടർക്ക് അറിയാമല്ലോ, ഏറ്റവും എ കെ ആന്റണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് എ കെ ആന്റണി തന്നെ പരസ്യമായി പറഞ്ഞത് എയർ ഇന്ത്യ ടിക്കറ്റുകൾ പോലും കൊടുക്കുന്നില്ലായിരുന്നു. അത്ര ഒരു തകർന്ന ഒരു സാമ്പത്തിക പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ആ ഗവൺമെന്റ് മുമ്പോട്ട്. അതുകൊണ്ടാണ് അന്ന് ആ ഗവൺമെന്റ് ആദ്യം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചതുകൊണ്ട് കേരളത്തിൽ മുഴുവൻ സർക്കാർ ജീവന NGO അസോസിയേഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘടനകളും എ കെ ആന്റണിയെ വളരെ തീവ്രമായി എതിർത്ത സാഹചര്യമുണ്ട്. അത് അന്നത്തെ അതിനു മുമ്പുള്ള LDF ഗവൺമെന്റിന് ശേഷം വന്ന ഒരു ഗവൺമെന്റ് നേരിട്ട ഏറ്റവും വലിയ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഡോക്ടർ ഐസക്കിന് വളരെ ഒരു പൂവിരിച്ച പാതയിലൂടെ കേരളത്തിന്റെ ധനകാര്യ മന്ത്രി സാഹചര്യമാണ് ശ്രീ സലീം. ഞാൻ പൂവിരിച്ച പാത എന്നുള്ളതിനോട് ഞാൻ എഗ്രി ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ ഫിസിക്കൽ ക്രൈസിസ് ഉണ്ട്, ഞാൻ മനസ്സിലാക്കും. പക്ഷേ ഡോക്ടർ ഐസക് നേരത്തെ പറഞ്ഞല്ലോ, നികുതികൾ 12 ഉണ്ടായിരുന്ന 14 ആക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹം വളരെ സൂത്രത്തോടു കൂടി കുറച്ച നികുതികളെ പറ്റി അത് എങ്ങനെ നമ്മുടെ ഖജനാവിനെ ബാധിച്ചു എന്നത് മറച്ചു വെച്ചു. അദ്ദേഹത്തിന് അറിയാം അത് വളരെ അപകടകരമായ രീതിയിൽ നികുതി കുറച്ചതുകൊണ്ട്. അതായത് വാറ്റ് 2012 ബജറ്റിൽ വാറ്റിൻ്റെ 5 ലക്ഷം വരെ വിറ്റുവരവുള്ളവർ വാറ്റ് നെറ്റിൽ വരണം എന്നുള്ളതായിരുന്നു 2004-05 ഇത് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ഐസക് വരുന്ന കാലത്ത് തന്നെ നിലവിലിരുന്നത്. അപ്പോൾ അത് തന്നെ തുടരുകയാണ് ചെയ്തത്. 2012 ആയപ്പോഴത്തേക്കും ഈ എപ്പോഴും വ്യവസായികളും വ്യാപാരികളും അയ്യോ ഞങ്ങൾക്ക് കൺസെഷൻ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കില്ല. അങ്ങനെ കരഞ്ഞതിൽ വീണ്
ഈ 5 ലക്ഷം എന്നുള്ളത് 10 ലക്ഷമായിട്ട് റേസ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? അങ്ങനെയാണോ ഈ ബാധ്യതകൾ വരുന്നത്? അല്ല, അന്നേരം എന്താ സംഭവിക്കുന്നറിയോ? ടാക്സിന്റെ ബ്രോഡായിട്ടുള്ള ബേസ് അങ്ങ് നഷ്ടപ്പെട്ടു. അപ്പോൾ വരുമാനം കണ്ടമാനം കുറഞ്ഞു. അങ്ങനെയാണ് 23%, 18% ഒക്കെ വരുമാനം ഉണ്ടായിരുന്ന വാറ്റ് വരുമാനം വെറും 16%, 14%, 11% എന്ന രീതിയിലേക്ക് കുറയുന്നത്. അപ്പോൾ അത് പറ്റിയ ഒരു നയപരമായ പാളിച്ചയായിരുന്നു അത്. പക്ഷേ നന്ന് എന്ന് വിചാരിച്ച് കരഞ്ഞവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇത് ഖജനാവിനെ എങ്ങനെ മുടിക്കുമെന്നും, അതുപോലെ തന്നെ ആദ്യത്തെ ബജറ്റിലെ UDF ഗവൺമെൻറ് കൊണ്ടുവന്ന വേറൊന്ന് ഒരു ഇളവിനെ പറ്റി ഇദ്ദേഹം രജിസ്ട്രേഷൻ ഫീ, അതായത് 1 കോടി ഉള്ളവനും 10 കോടി ഉള്ളവനും 1000 ഉള്ളവനും രജിസ്ട്രേഷൻ ഫീ 1000 മതി എന്ന് വെച്ചു. ഇത്തരം അതൊക്കെ ഡോക്ടർ ഐസക്, ഇവിടെ ഒരു സർക്കാർ നമ്മൾ വരുമ്പോൾ പ്രകടമായും ജനങ്ങൾക്ക് അധിക ബാധ്യത അതാണ് ചർച്ച ചെയ്യേണ്ടത്. കാരണം റിസൾട്ട് അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് എന്തായാലും പോകേണ്ടി വരുന്ന സാഹചര്യമല്ല ഒരുപക്ഷെ കേൾക്കുന്ന ജനങ്ങൾക്ക്. അവർക്ക് അവരുടെ ദൈനംദിന ജീവിതമടക്കം പരിശോധിക്കപ്പെടേണ്ട സാഹചര്യം, ഒരു പുതിയ മാറ്റം അതായിരിക്കും ഒരുപക്ഷെ ഉൾക്കൊള്ളേണ്ടി വരും. അവിടെ അടിസ്ഥാന മേഖലയ്ക്ക് ഒരുപക്ഷെ ഊന്നൽ കൊടുക്കുന്നു. അവിടെ നമ്മൾ പാളിച്ചകൾ പലപ്പോഴും പറ്റിയിട്ടുള്ളത് ആ ഒരു തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം. അടിസ്ഥാന മേഖല, കാർഷിക മേഖലയായാലും അല്ലെങ്കിൽ മറ്റ് വ്യാവസായിക മേഖലകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയടക്കം, പ്രധാനമായും കാർഷിക മേഖലയിൽ, അവിടെ നിങ്ങൾ ഈ അടിസ്ഥാന മേഖലയ്ക്കായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഊന്നൽ നൽകുക. പെട്ടെന്നൊരു പക്ഷേ ഞാനൊരു ബേസ് ലെവലിലൂടെ സർക്കാർ എന്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ചില ആനുകൂല്യങ്ങളുണ്ട്. 1000 രൂപ പെൻഷൻ, അല്ലെങ്കിൽ കൂലിവേലക്കാരായ എല്ലാവരെയും BPL കരുതി സൗജന്യ റേഷൻ കൊടുക്കൽ, ഇതൊക്കെ വലിയ ബാധ്യത വരുന്നതാണ്. ഇത് ചെയ്തേ പറ്റും. ഇത് ഞങ്ങളിനി സാമ്പത്തികം മെച്ചപ്പെടുത്തിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല. സോ അത് അടിയന്തരമായി ചെയ്യേണ്ടി വരും. അത് ചെയ്യുമ്പോൾ വേറെ എവിടെയെങ്കിലും കുറച്ചേ പറ്റൂ. അപ്പോൾ വേറെ ചില സ്ഥലങ്ങളിൽ നമ്മൾ കുറയ്ക്കേണ്ടി വരും. എന്നിട്ട് എല്ലാ കാലത്തും ഉറച്ചു നിൽക്കാനല്ല, നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ ആ കുറവ് നികത്താം. പക്ഷേ മാനേജ് ചെയ്യാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇത് എന്താ വിൻ വിൻ സിറ്റുവേഷൻ അല്ല. ഇവിടെയും കിട്ടും, അവിടെയും കൂട്ടാം, ഇവിടെയും കൂട്ടാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ തൽക്കാലം നമ്മളിപ്പോൾ ആദ്യ വർഷം തന്നെ ഒരു തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തേ പറ്റൂ. ഉദാഹരണം പരമ്പരാഗത വ്യവസായ സംരക്ഷണം, ഈ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് മെച്ചപ്പെട്ട് ചെയ്യാം. നോ, അത് കമ്മിറ്റ്മെൻറ്റാണ്. അപ്പോൾ മുൻഗണനയിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഈ ആദ്യ വർഷം മുൻഗണന ഇങ്ങോട്ട് പോകും, പിന്നീട് മുൻഗണനയെ മാറ്റം വരും. എങ്ങോട്ട്? ഈ പറഞ്ഞ അടിസ്ഥാന, അപ്പോഴത്തേനും സമയം എടുക്കുകയെ വ്യവസായ പ്രൊജക്റ്റുകൾ, ഉന്നത വിദ്യാഭ്യാസ മേഖല, അതിനാവശ്യമുള്ള പശ്ചാത്തല സൗകര്യം. ഇടതുപക്ഷത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഒരു കാര്യം അല്ല, ഊന്നൽ ഇവിടെ എല്ലാം ബഡ്ജറ്റിൽ നല്ല പണം കൊടുക്കാൻ പോകുന്നത്. ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്. പക്ഷേ ഇന്നത്തെ സ്ഥിതി വെച്ചാൽ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇത്ര കുളമായതുകൊണ്ട് അവരിറക്കുന്ന ബോണ്ടിന്, അവരുടെ കമ്പനി ഇറക്കുന്ന ബോണ്ടിനൊന്നും ആളുകൾ പൈസ കൊടുക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ എല്ലാ റോഡും നന്നാക്കണം, 40,000 കോടി രൂപ വേണം. 40,000 കോടി ബോണ്ട് ഇറക്കിയാൽ ആരെങ്കിലും കൊടുക്കുമോ സർക്കാരിന്? നൗ യു ഹാവ് ടു ഹാവ് എ ബിസിനസ് മോഡൽ ഫോർ ദാറ്റ്. ആ ബിസിനസ് മോഡലിൻ്റെ അടിസ്ഥാനം സർക്കാരിൻ്റെ ജനസ്ഥിതി നന്നാവാന്നുള്ളതാണ്. സോ തുടക്കത്തിൽ മുൻഗണന ഈ പറയുന്ന അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങൂല. ബേസിക് അടിസ്ഥാനം അവിടെയാണ് ഐസക് ഈ നിക്ഷേപങ്ങളുടെ കാര്യത്തിലേക്ക് വരുന്നത്. ഒരു പക്ഷേ ആ നിക്ഷേപങ്ങൾക്ക് കോർപ്പറേറ്റ്, നിങ്ങൾ പറയുന്നത് പോലെ നിക്ഷേപങ്ങൾ വരണം, പക്ഷേ അമിതമായ കോർപ്പറേറ്റ് ലാളലയിലേക്കും അല്ലെങ്കിൽ പോകാൻ, അല്ലെങ്കിൽ അത് പ്രഖ്യാപിതമല്ല. ഇങ്ങനെ ഈ വൈരുദ്ധ്യത്തിന് ഇടയ്ക്ക് നിന്ന് അതിലേക്കൂടെ നൂൽപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം ഇല്ല. സെയിം എൻ്റെ ഡീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാവങ്ങൾ പണിയെടുക്കുന്ന മേഖലകൾ, പരമ്പരാഗത നിക്ഷേപം അനിവാര്യമാണ്. ആ മേഖലകൾക്കൊക്കെ സമ്പൂർണ്ണ സുരക്ഷിതത്വമാണ്. അവരുടെ തൊഴിലും കൂലിയും സർക്കാർ ഖജനാവിൽ നിന്ന് സംരക്ഷിക്കും. എന്നിട്ട് ഇവരുടെ മക്കളെ, അവർക്ക് വേണ്ടത് ആധുനിക തൊഴിലുകളാണ്, ഈ പരമ്പരാഗത തൊഴിലുകളല്ല. അതിനുവേണ്ടിയുള്ള പുതിയ വ്യവസായങ്ങൾ വരണം. ആ പുതിയ വ്യവസായങ്ങളിലേക്ക് എങ്ങനെയാണ് ആകർഷിക്കുക വ്യവസായികളെ? വ്യവസായം ആകർഷിക്കണം, പശ്ചാത്തല സൗകര്യ സൃഷ്ടി, അത് സർക്കാർ മുൻകൈ എടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആകർഷിക്കും. ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല, അമിത പരിലാളനം എന്നല്ല. ഒന്ന്, നമ്മുടെ ഭൂമി അതിന് ഇൻസെൻറ്റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാക്കി മാറ്റത്തില്ല കേരളത്തിൻ്റെ റിസോഴ്സസ്. 2, കേരളത്തിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. വിത്തിൻ ദാറ്റ് ലിമിറ്റ് എന്ത് വേണം, ആനുകൂല്യങ്ങൾ, ഇൻസെൻറ്റീവ്സ്, അത് നമ്മൾ വർക്കൗട്ട് ചെയ്യണം.
അതുമ്പോൾ കൈ കൊടുക്കാൻ തയ്യാറാവും, കൈ കൊടുക്കാൻ തയ്യാറാവും, അതിന് മടിയൊന്നുമില്ല. ശ്രീ രാജേഷ്, അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തമായ ഒരു ധനകാര്യ വൈദഗ്ധ്യം ഒരു പക്ഷേ നേരത്തെ സലീം തന്നെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ഐസക്കിനോ അല്ലെങ്കിൽ പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഒന്നും വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഐസക്കിനെ പോലെയുള്ളവർ ആ ഒരു മന്ത്രിസഭയോട് കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായതുകൊണ്ട് പ്രതീക്ഷകളാണ്. അപ്പോഴാണ് ഞാൻ കേന്ദ്രത്തിൻ്റെ കൂടി കൈകോർക്കൽ ഞാൻ ഒരു പക്ഷേ അതിലേക്ക് വരുന്നത്. അവിടെ സ്വാഭാവികമായും കഴിഞ്ഞ തവണ പല പദ്ധതികളും നമുക്ക് കിട്ടാവുന്ന പല ഫണ്ടുകളും നമ്മൾ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം ചോദ്യങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിലെ 2-3 വർഷത്തെ ഒക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ആസൂത്രണ കമ്മീഷൻ അങ്ങനെയും ഒരു ഞെട്ടലൊരു പക്ഷേ രേഖപ്പെടുത്തിയ സാഹചര്യങ്ങളായിരുന്നു. നമുക്ക് കിട്ടേണ്ട ഫണ്ടുകൾ വാങ്ങിച്ചെടുക്കുന്നതിലടക്കം അതിലൊക്കെയും എന്തായാലും നിങ്ങളുടെ പൂർണ്ണമായ പുതിയ സർക്കാരാണ് വരുന്നത്. അവിടെയൊക്കെ തന്നെ ആശങ്കകൾ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി ഒരു കൈകോർക്കൽ അനിവാര്യമാണ്. അതിലേക്ക് ഒരു പക്ഷേ ചൂണ്ടി. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് കേരളത്തിൽ അധികാരമേൽക്കാൻ പോകുന്നത്. അവിടെ രാഷ്ട്രീയം പ്രശ്നമല്ല. ഇത് 2 രാഷ്ട്രീയ പാർട്ടികൾ BJPയും CPM തമ്മിലുള്ള സഹകരണമല്ല. ഇത് 2 സർക്കാരുകൾ, തിരഞ്ഞെടുക്കപ്പെട്ട 2 സർക്കാരുകൾ തമ്മിലുള്ള സഹകരണമാണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരാശങ്കയുടെയും ആവശ്യമില്ല. ആശങ്കകളൊക്കെ തന്നെ അസ്ഥാനത്താണ്. പക്ഷേ ആശങ്ക ഈ പറയുന്ന പ്രകടന പത്രികയടക്കം പൂർത്തീകരിക്കുന്നതിൽ ആ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ആശങ്കയുണ്ട്. അല്ല പ്രതീക്ഷ, കഴിഞ്ഞ 2 വർഷത്തെ എന്തായാലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി എതിർക്കുന്ന 2 പ്രസ്ഥാനങ്ങളാണ് BJPയും കോൺഗ്രസും. കോൺഗ്രസ് നേതൃത്വം നൽകിയ സർക്കാർ എന്നല്ലോ കഴിഞ്ഞ 2 വർഷം കേരളത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിൽ ഒരു സമീപനവും ഈ ഉദ്ദേശ തരത്തിലുള്ള ഒരു സമീപനവുമായിരുന്നില്ല. വളരെ തുറന്ന സമീപനമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ത്രിപുര ഏറ്റവും നന്നായിട്ട് കഴിഞ്ഞു പോകുന്ന സർക്കാരാണ് ത്രിപുര സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ. അതുപോലൊരു ബന്ധമായിരിക്കും. പ്രത്യേകിച്ച് ഐസക് സാറിനെ പോലെ സാമ്പത്തിക രംഗത്ത്, ധനകാര്യ രംഗത്ത് വളരെ വൈദഗ്ധ്യം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഈ ചുമതല ഏൽക്കുന്നത് എങ്കിൽ അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിന് പൂർണ്ണമായും വിജയിക്കാൻ സാധിച്ചു, അദ്ദേഹത്തിൻ്റെ പോരായ്മ കൊണ്ടല്ല എന്നെനിക്കറിയില്ല. കഴിഞ്ഞ ചെക്ക് പോസ്റ്റിലൊക്കെ തന്നെ ഒരുപാട് തിരുത്തലുകൾ വരുത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത് ഞങ്ങൾക്കറിയാം. അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ നിതിൻ ഗഡ്കരി 34,000 കോടി രൂപ ഇവിടെ റോഡ് വികസനത്തിന് വേണ്ടി അനുവദിച്ചായിട്ടൊരു പ്രഖ്യാപനം നടത്തി. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് അത് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് പ്രഖ്യാപനം നടത്തുന്നത്. തിരുവനന്തപുരത്ത് താജ് ഹോട്ടലിൽ വെച്ചിട്ടാണ്. അത് എത്രത്തോളം ശ്രമിച്ചു, അത് നേടിയെടുത്തു എന്ന് ചോദിക്കുമ്പോഴേക്കും അത്രത്തോളം മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അതായത് ഫണ്ടുകൾ തരാൻ ബില്ലിംഗ് ആണ്. ഫണ്ടുകൾ തരാൻ കേന്ദ്രം ബില്ലിംഗ് ആണ്. തീർച്ചയായും. എനിക്ക് അവിടെ ഒരു സംശയമുണ്ട്. ഞാൻ രാജേഷിനെ ഖണ്ഡിക്കാൻ വേണ്ടി പറയുകയല്ലേ. കഴിഞ്ഞ ഒരാഴ്ച മുൻപാണെന്ന് എൻ്റെ ഓർമ്മ, സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. 12,000 കോടി അടിയന്തിരമായിട്ട് തൊഴിലുറപ്പ് പദ്ധതികൾക്ക് വേണ്ടി സംസ്ഥാനങ്ങൾക്ക് കൊടുത്തേ തീരൂ എന്ന്. അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ് റോഡ് വികസിച്ചില്ലെങ്കിലും സാരമില്ല, തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് അന്നം കിട്ടുന്നതിനുള്ള പദ്ധതിയാണ്. കേരളത്തിന്റെ കാര്യത്തിൽ തന്നെ 2014-15 വർഷം 1,61,63,00,000 തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടു, ഫണ്ട് കിട്ടാത്തത് കൊണ്ടെന്നാണ് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ അതൊക്കെ സത്യങ്ങളായിട്ട് നിലകൊള്ളുക. ഇത് വാഗ്ദാനമാണ് പറഞ്ഞത്. 40,000 കോടി ഡോക്ടർ പറഞ്ഞതിൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴേക്കും ആദ്യമായി ഉയർന്നു വന്ന അമ്മമാരുടെ, വനിതകളുടെ മുന്നിൽ നിന്ന് വന്ന ചോദ്യം ഇതാണ്. പക്ഷേ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, കേരളം അതിൻ്റെ കണക്ക് കൊടുത്തതിൽ എത്രമാത്രം വ്യക്തമായിട്ടും കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്, ഫണ്ട് എന്തെങ്കിലും വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടോ, ഇത്രയും കാര്യം കൂടെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കാത്തതാണ്. ഇങ്ങനെയുള്ള സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. കേരളം ചെയ്യേണ്ട രാജേഷ്, ഒരു പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോവുകയാണ്. പക്ഷേ ഞാൻ പറയുന്നത് പക്ഷേ വഴിമുട്ട് എന്താണ്? റിസൾട്ടിലേക്ക് ഇതിന്റെ മെറിറ്റ് നോക്കിയാൽ എവിടെയാണ് മെറിറ്റ് ഉണ്ടാകുന്നില്ല. ആ സാഹചര്യം ഒഴിവാക്കാൻ അല്ല എന്റെ ചോദ്യമല്ല. കേരളം ഇതുവരെയും കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ പണം വാങ്ങി തൊഴിലുറപ്പിന് ചെലവഴിച്ചതിന്റെ കണക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? എത്ര ദിവസം തൊഴിൽ ചെയ്തിട്ടുണ്ട്, എത്ര പേർ ചെയ്തിട്ടുണ്ട്? ഇങ്ങനെയുള്ള കണക്കുകൾ കൊടുത്തില്ല. അതുകൊണ്ടാണ് പണം ലഭിക്കാത്തത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. കൂടുതൽ എന്തെങ്കിലും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ മറ്റൊരു ചോദ്യം ശ്രീ ഐസക്, കാരണം രാജേഷ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ത്യയിൽ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്ക് അവർക്കെല്ലാം 100 ദിവസത്തെ പണി കൊടുക്കണമെങ്കിൽ 68,000 കോടി രൂപ മിനിമം വേണം. നമ്മൾ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള 35,000 കോടി രൂപയാണ്. അതുകൊണ്ട് പകുതിയാണ്. അത് റേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു BJP വന്നതിന് ശേഷമല്ല, UP തുടങ്ങിയപ്പോൾ തന്നെ അവസാനത്തെ 2 വർഷം തുക വർദ്ധിപ്പിക്കുന്നത്. അത് ഇവിടും തുടർന്നു. ഇപ്പൊ 4 വർഷം നിസ്സാരം 5,000 കോടി സാധ്യമായ തരത്തിൽ അല്ല, എമൗണ്ട് അല്ല, കൂലി നിരക്ക് കൂട്ടി മൊത്തം എമൗണ്ട് കൂടിയിട്ടില്ല. ആകെ 5,000 കോടിയെ കൂടിയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷത്തെ 7,000-8,000 കോടി രൂപ കുടിശ്ശികയായിട്ട് കിടപ്പുണ്ട്. സോ ആക്ച്വലി ഇതാ ഞാനിപ്പോ ഒരു മാത്രമല്ല, പക്ഷെ ഇങ്ങനെ ഗൗരവമായിട്ടുള്ള പ്രശ്നം, അടിസ്ഥാന പ്രശ്നം ഇതാണ്.
എന്താ ചോദിക്കാൻ ഡോക്ടർ ഐസക്, ഇവിടെ തൊഴിലില്ലായ്മ ഒരുപക്ഷെ യുവജനങ്ങൾ ഇപ്പോൾ താങ്കളെ കേൾക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തായാലും പ്രഖ്യാപിച്ച സ്ഥിതിക്ക് യുവജനങ്ങൾ വലിയ തോതിൽ, കാരണം ദേശീയ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള തൊഴിലില്ലായ്മയുടെ നിരക്ക് അത് ഞെട്ടിക്കുന്നത് തന്നെയാണ് ഒരുപക്ഷെ. ആ രീതിയിൽ യുവാക്കൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ താങ്കളെ കേൾക്കുന്ന യുവാക്കൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന തൊഴിലില്ലായ്മ സംബന്ധിച്ച് PSCയുടെ കാര്യം തന്നെ എടുക്കുക. അപ്രഖ്യാപിതമായ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിയമനങ്ങൾ നിർത്തിവെക്കുന്ന സാഹചര്യം, ഒഴിവുകൾ ഒരുപക്ഷെ ഉണ്ടെങ്കിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യം, മാത്രമല്ല അഡ്വൈസ് മെമ്മോ പോലും കിട്ടി കാത്തിരിക്കേണ്ടി വരുന്ന ചുവപ്പ് നാടയിൽ കിടന്ന്, അത് സ്വാഭാവികമാണോ അല്ലെങ്കിൽ ഏത് മുൻകൂട്ടിയാണോ അല്ലെങ്കിൽ എവിടെയാണ് പിഴവുകൾ ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം. തൊഴിലില്ലായ്മ സംബന്ധിച്ച് വ്യക്തമായൊരു പാക്കേജ് ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്, ഞാൻ PSC അടക്കം ഒരുപക്ഷെ കേട്ടറിഞ്ഞ താങ്കളടക്കം ഒരു പിണറായി വിജയൻ അടക്കം നടത്തിയ യാത്രകളിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ മുന്നോട്ട് വെച്ച വാദഗതിയാണ്. അതിന് ഈ പറയുന്ന ഈ യുവജനതയോട് താങ്കൾക്ക് ഒരു ഉറപ്പ് നൽകാൻ കഴിയും? ഉറപ്പ് LDFന്റെ മാനിഫെസ്റ്റോയിൽ, അവിടെ ബുദ്ധിമുട്ടുമെന്നാണ് അവിടെ LDFന്റെ മാനിഫെസ്റ്റോയിൽ അതിൻ്റെ പുതുമ വെച്ച് കഴിഞ്ഞാൽ ജോബ് ഓറിയൻറ്റഡ് ആണ്. ഓരോ പരിപാടിയിലും എത്ര തൊഴിൽ സൃഷ്ടിക്കപ്പെടും, അതിൽ തന്നെ ഈ അഭ്യസ്തവിദ്യർക്ക് വേണ്ട തൊഴിലുകൾ IT-യിലെത്ര, ടൂറിസത്തിലെത്ര, അതിന് ആധാരമാക്കിയുള്ള നോംസ് എല്ലാം ഇപ്പോൾ ഉള്ള IT നയത്തിൻ്റെയോ അല്ലെങ്കിൽ ടൂറിസം നയത്തിൻ്റെയോ, മാതൃഭൂമി ലേഖനം വായിച്ചുകൊണ്ട് പറയും ടൂറിസം നയത്തിൻ്റെയോ റേറ്റ് ഓഫ് ഗ്രോത്ത് വെച്ചിട്ടാണ്, പുതിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. അത് നമ്പറിലേക്ക് ഇത്ര തൊഴിലാളികളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ 25 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ ഈ രീതിയിൽ സൃഷ്ടിക്കാം. ഏതായാലും ഓരോ വർഷവും ഇതിനൊരു മോണിറ്ററിങ് ഉണ്ടാക്കുക. ഇത്ര ആയിട്ടുണ്ട്, ഇത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ടപ്പുകൾ എത്രയായിട്ടുണ്ട്, പൊതുമേഖല എത്ര കൊടുത്തിട്ടുണ്ട്, പുതിയ എന്ത് വ്യവസായം വന്നിട്ടുണ്ട്, നമുക്ക് കൃത്യമായിട്ട് മോണിറ്ററിങ് ചെയ്യാൻ പറ്റും. ഇതാണ് യുവജനങ്ങൾക്ക് നൽകുന്ന പ്രോമിസ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പുതിയ നയത്തിൻ്റെ പ്രത്യേകത ഈ പരമ്പരാഗത സംരക്ഷണം മാത്രമല്ല, ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള വ്യവസായങ്ങളെയും മറ്റും പ്രോത്സാഹിപ്പിക്കുക, അവിടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചെറിയ ഭാഗമേ വരുന്നുള്ളൂ സർക്കാർ. പക്ഷേ സർക്കാരിൻ്റെ ഒരു കാര്യം വളരെ വ്യക്തം, എവിടെ ഒഴിവുണ്ടോ റിപ്പോർട്ട് ചെയ്യണം, എടുക്കണം. ഒരു തടസ്സവും ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യാതിരിക്കുന്ന കുറ്റകരമായിട്ട് കാണുകയും ചെയ്യും. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഒരുപക്ഷെ മേരി ജോർജ് സാമ്പത്തിക സ്ഥിതിയും കൂടെ ചേർത്ത് വായിച്ചു തന്നെയാണ് അവിടെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, നമുക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് കിട്ടുന്ന അറിവനുസരിച്ച് തന്നെ ഇപ്പം എഡ്യൂക്കേഷൻ സെക്ടറിൽ എല്ലായിടത്തും ഉള്ള ഒഴിവുകളെല്ലാം കൂടി നോക്കിയാൽ 33,000-ത്തിലധികം, അതായത് 34,000-ത്തോളം തസ്തികകൾ കേരളത്തിൽ അധികമായിട്ട് കിടക്കുക ഗവൺമെൻറ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലായിട്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പുതിയത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക? അതായത് ഇവരെ ഇപ്പോൾ ഒരു നല്ല എഫിഷ്യൻ്റ് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ കീഴിലെ അടയിരിക്കൂ എന്ന് പറയുന്നത് സമ്മതിക്കാതെ തന്നെ ഇവരെ റീഡിപ്ലോയ് ചെയ്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ സ്റ്റാഫ് ഇല്ല, ആ സ്ഥിതിയിലേക്ക് ഇവരെ മാറ്റുക. അപ്പോൾ ഈ കൊടുക്കുന്ന ശമ്പളവും അതിനനുസരിച്ചുള്ള ഈ ബാധ്യതകളെല്ലാം ചുമക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായ എല്ലാ ബാധ്യതകളും, സാമ്പത്തിക ബാധ്യതകളെല്ലാം തന്നെ ഒരു പക്ഷേ ഇവരുടെ മണ്ടയിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ജനങ്ങളുടെ മണ്ടയിലാണ് ചെല്ലുന്നത്. അത് ജനം മനസ്സിലാക്കിക്കൊണ്ട് വേണം ജനം ഇതിനു വേണ്ടി പ്രതികരിക്കാനായിട്ട്. അപ്പോൾ തൊഴിൽ വേണം എന്ന് പറയുമ്പോൾ എവിടെയാണ്? അപ്പോൾ അവിടെയാണ് ഈ പ്രകടന പത്രിക ഞാൻ നന്നായിട്ട് പഠിച്ചതായി, ഇവരുടെ LDFന്റെ പ്രകടന പത്രിക. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കും 25 ലക്ഷം തൊഴിൽ, അത് കേരളത്തിൽ തന്നെ ലഭ്യമായ റിസോഴ്സസ് വെച്ചുള്ള എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു ചിന്തയിലനുസരിച്ചാണെങ്കിൽ നമ്മുടെ റബ്ബർ, പക്ഷേ ഇതിനപ്പുറത്തെ നേരത്തെ അദ്ദേഹം സലീം പ്രകടിപ്പിച്ചതുപോലെ അതിനുള്ളൊരു മാനേജ്മെന്റ് എന്തായാലും ഒരു പക്ഷേ ഡോക്ടർ ഐസക്കിൻ്റെ എന്തായാലും അതിനുള്ള വിദ്യകൾ അല്ല, അത് തൊഴിൽ മന്ത്രി ആര് വരും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ എല്ലാവരും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മന്ത്രിമാരാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്തെ പല മന്ത്രിമാരെ പറ്റിയും എന്നെ സംബന്ധിച്ച് ലോ റേറ്റിംഗാണ് ഉള്ളത്, പക്ഷെ വളരെ നല്ല ഹൈ റേറ്റിംഗ് ഉള്ള മന്ത്രിമാരും ഉണ്ട്. അത്തരം മന്ത്രിമാർ പരിമിതിയിൽ നിന്നാണ് ഒരു പക്ഷേ മേരി ജോർജ് പോലും പറയുന്നത്, അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. അതെ, അപ്പോൾ അങ്ങനെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മന്ത്രിമാരെ ഓരോ രംഗത്തും അവരോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ റവന്യൂ മന്ത്രി അങ്ങനെ ഓരോ വകുപ്പിലും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു കേപ്പബിലിറ്റി പിണറായി വിജയനിൽ കാണുന്നുണ്ടോ? എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ തന്നെ ജയ്ഹിന്ദ് TV-യിൽ വെച്ച് അത് പറഞ്ഞതാണ്. അതായത് ശരിക്കും പറഞ്ഞ കാർക്കശ സ്വഭാവവും കാര്യശേഷിയുമുള്ള ആളാണ് പിണറായി വിജയൻ എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ, അതായത് 10 മണിക്കോ 11 മണിക്കോ 12 മണിക്കോ ഓഫീസിൽ വന്നാൽ മതി, അത് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കാൻ ഇറങ്ങാം,
അതായത് പഞ്ചിങ് നടത്തി കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ വേറെ എവിടെയോ പോകാം, തിരിച്ചു വന്ന് വീണ്ടും പഞ്ചിങ് നടത്തി വീണ്ടും ആ തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ശ്രീ സജീവൻ, താങ്കൾ കേട്ട് കാണും ഒരുപക്ഷെ സാമ്പത്തിക സ്ഥിതിയാണ് പരിശോധിക്കുന്നത്. അവിടെ പുതിയ സർക്കാർ വീഴുമ്പോഴുള്ള വെല്ലുവിളികൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ട സാമ്പത്തിക സ്ഥിതികൾ മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഡോക്ടർ ഐസക് കൂടി ഉള്ള സ്ഥിതിക്ക് ഈ സർക്കാരിന് നേരിടാൻ പോകുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾ ഒപ്പം സാമ്പത്തികം വലിയ ഘടകം തന്നെയാണ്. രാഷ്ട്രീയ വെല്ലുവിളി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 5 വർഷം കണ്ട ഒരു മുഖ്യമന്ത്രി, അതിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ കേട്ട് പഴകിയ അല്ലെങ്കിൽ ചർച്ച ചെയ്ത് പല തലങ്ങളും പിന്നിട്ട അഴിമതി സാഹചര്യങ്ങൾ, മന്ത്രിമാരടക്കം മുഖ്യമന്ത്രിയുടെ അടക്കം ഓഫീസ് മറ്റൊരു കൃത്യത്തിലേക്കൊക്കെ പോയ സാഹചര്യങ്ങൾ, ഇതിനൊക്കെ തന്നെ മോണിറ്ററിംഗ് വേണം. അതൊക്കെ മാറ്റി പ്രതിഷ്ഠിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ. സജീവൻ, അല്ല, ഇപ്പോഴത്തെ നമ്മൾ 5 വർഷത്തിനിടയിൽ LDF ഉയർത്തിയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ളത്, അല്ലെങ്കിൽ സർക്കാരിനെതിരെ സ്വാഭാവികമായും വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ഓരോ മന്ത്രിമാർക്കെതിരെയും വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ ആരോപണങ്ങൾ പ്രചരണ വിഷയമായിട്ട് ഉപയോഗിക്കാൻ മാത്രമുള്ളതല്ല, അതിൻ്റെ തുടർച്ചയായിട്ട് നടപടികളിലേക്ക് പോകണം. ഈ സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞ കേസ് എവിടെ എന്ന് വെച്ച് സ്വാഭാവികമായിട്ടും കേസെടുക്കേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അദ്ദേഹത്തിൻ്റെ വിജിലൻസ് വകുപ്പോ അദ്ദേഹത്തിൻ്റെ പോലീസ് വകുപ്പോ ഒക്കെയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതെടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. പക്ഷേ ഉള്ള 5 വർഷക്കാലം ഈ തരത്തിൽ ഒരു നടപടിയും ഉണ്ടാവുന്നില്ലെങ്കിൽ ഈ അഴിമതി എന്നൊക്കെ പറഞ്ഞത് വെറും പുകമറ മാത്രമാണെന്ന രൂപത്തിൽ ജനങ്ങൾക്ക് തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ സർക്കാരിൻ്റെ കാര്യം വളരെ പ്രശ്നമായിരിക്കും. നമ്മൾ പല തവണ പല സമയത്തും കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരു സർക്കാർ ഒരു ഭരിക്കുമ്പോൾ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും. ആ പ്രതിപക്ഷം ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ ഇതിനെതിരെ നടപടികളിലൊന്നും ഉണ്ടാവാറില്ല. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ പോലും എനിക്ക് തോന്നുന്നു, ഈ നമ്മളൊരു പ്രകടന പത്രിക ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞാൽ ശരിയാകാനുള്ള കാര്യം ഭരണം കിട്ടുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ പ്ലാനിങ് മനസ്സിലുണ്ടായിരിക്കണം. ഇനി വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അതിനോരോ ന്യായങ്ങളും അല്ലെങ്കിൽ ഓരോ ഒഴിവഴികളും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം സർക്കാർ വളരെ കൃത്യമായ നിലപാടോടുകൂടി മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കഴിഞ്ഞ സർക്കാർ രാഷ്ട്രീയമായ വെല്ലുവിളികൾ തീരില്ലാതെ. രാജേഷ്, അവിടെയാണ് ഒരുപക്ഷെ അദ്ദേഹം പ്രകടിപ്പിച്ച മറ്റൊരു വശം ചിന്തിക്കേണ്ടത്. കാരണം അധികാരമേൽക്കുന്നതിൻ്റെ മിനിറ്റ് തൊട്ട് ആളുകൾ ചിന്തിക്കുകയാണ് എല്ലാം ശരിയാകുമോ എന്ന്. ആ രീതിയിലുള്ള ക്യാപ്ഷനിലേക്ക് ജനം പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. എല്ലാം ശരിയാകുമോ? കാരണം ഒരു ഔദ്യോഗിക അധികാരമേറ്റ ശേഷം നിമിഷം അതിന് നാഴിക്ക് തൊട്ട് ജനം ചിന്തിക്കുകയാണ് എല്ലാം ശരിയാകുമോ ഓരോ ഘട്ടങ്ങളും. അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു ചർച്ച ചെയ്ത ഒരു സാമ്പത്തിക സ്ഥിതി പറഞ്ഞപ്പോൾ ഡോക്ടർ ഐസക് പ്രകടിപ്പിച്ച ഒരു മോണിറ്ററിംഗ് സംവിധാനം, ധനകാര്യ മാനേജ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരു വർഷത്തേക്കുള്ള അതിനുശേഷമുള്ള മോണിറ്ററിംഗ്, അഴിമതിയുടെ കാര്യത്തിൽ പോലും മന്ത്രിമാരെ പോലും മോണിറ്റർ ചെയ്യപ്പെടേണ്ട ഒരു ബാധ്യതയിലേക്ക് ഈ സർക്കാരിന് പോകേണ്ടി വരികയാണ്. അല്ല പ്രജീഷ്, ഇവിടെ ഞാൻ വളരെ പോസിറ്റീവായിട്ടും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള മുദ്രാവാക്യങ്ങളെ കാണുന്നത്. ഇപ്പം നരേന്ദ്രമോദി BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ പ്രചരണത്തിന് വേണ്ടി ജനങ്ങളുടെ ഹൃദയം കവരുവാൻ വേണ്ടി നമ്മൾ മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കും. ഇപ്പോൾ LDF വരും എല്ലാം ശരിയാവുന്നുള്ള മുദ്രാവാക്യം തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തി, ഞങ്ങളും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയുടെ പിറ്റേ ദിവസം രാവിലെ മുതൽ തന്നെ എല്ലാം ശരിയാകും, അത് ഇമ്പോസിബിൾ, അത് സാധ്യമല്ല. പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇതൊക്കെ ശരിയാക്കാനുള്ളൊരു ശ്രമമെങ്കിലും, ആത്മാർത്ഥമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് മുകളിൽ നിന്നൊരു ശ്രമമെങ്കിലും നടത്താൻ ഒരു ഗവൺമെൻറ് സാധിച്ചു കഴിഞ്ഞാൽ പകുതി ആ ഗവൺമെൻറ് വിജയിച്ചു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു പരിധിവരെ വിശ്വസിക്കാം, ആ ഗവൺമെൻറ്റിനെ വിശ്വസിക്കാം. പിന്നെ മുന്നോട്ട് പോകുന്ന വഴിക്ക് ശരിയാക്കാൻ വേണ്ടി. പക്ഷേ കേരളം പഴയ രീതികൾ വെച്ച് നോക്കുമ്പോൾ, രാഷ്ട്രീയം വെച്ച് വേറെ ആരുമല്ലല്ലോ ഭരിച്ചത്. ഈ 50-60 വർഷം ഈ ശരിയാക്കേണ്ട അവസ്ഥയിൽ ഒരുപാട് ശരിയാക്കാനുണ്ട് എങ്കിൽ ഈ അവസ്ഥയിലെത്തിയത് ഇപ്പോൾ 1,60,000 കോടി രൂപയുടെ കടത്തിലേക്ക് UDF സർക്കാർ കേരളത്തിൽ എത്തിച്ചെങ്കിൽ 80,000 കോടി രൂപയുടെ കടത്തിലേക്ക് കേരളത്തെ എത്തിച്ചതിൻ്റെ പിന്നിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ആ ശൈലി, അവിടെ പ്രാക്ടീസ് ചെയ്ത രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ നോക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ മാനദണ്ഡമായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാം ശരിയാവാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായി. അവസാനമായി ഐസക്, കാരണം അതാണ് പറഞ്ഞത്. കാരണം മാറി നിന്ന് പ്രതിപക്ഷത്തെ ആക്രമിച്ചു, അന്ന് ഒരുപക്ഷെ NDA സർക്കാർ ആക്രമിച്ചു, UPA സർക്കാരിനെ സാമ്പത്തിക സ്ഥിതിയിലടക്കം. പക്ഷേ പിന്നീട് വന്നപ്പോഴും അവർക്കും കള്ളപ്പണ പല നയപരമായ കാര്യങ്ങൾ അവർക്ക് സ്വീകരിക്കപ്പെടേണ്ട സാഹചര്യം വന്നു. അതിനൊക്കെ അതുപോലെ സിൻസിയർ എഫർട്ട് എടുത്തു ഗവൺമെന്റ്. അല്ലല്ല, സിൻസിയർ വൈഡായിട്ട് അതിലേക്ക് പോകുന്നുണ്ട്. റിസൾട്ട് വന്നല്ലോ, 36,000 കോടി രൂപ വന്നില്ലേ? ശ്രീ ഐസക്, എല്ലാം ശരിയാകും,
ആ ഒരു കാപ്ഷനായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ, എനിക്ക് തോന്നുന്നു ഓരോ നിമിഷവും നിങ്ങളെ ഇവരടക്കം പ്രതിപക്ഷമടക്കം ഇനി വരാൻ പോകുന്ന വേട്ടയാടുന്ന സാഹചര്യങ്ങൾ, അതിലൊക്കെ ഈ ധനകാര്യ മാനേജ്മെന്റ് അടക്കം ധനകാര്യ സാഹചര്യങ്ങൾ പോലും അതിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ഐസക്. ഇതിനൊക്കെ ചങ്കൂറ്റമുള്ള ഒരു നേതൃനിരയായിരിക്കുമോ ശ്രീ ഐസക് അടക്കം നേതൃത്വം നൽകുന്നത്? അങ്ങനെ ആവട്ടെ എന്ന്, അത് തന്നെയാണ് വേണ്ടത്. കഴിഞ്ഞ 5 വർഷം കഴിയുമ്പോഴല്ല, ഭരണത്തിന്റെ ഓരോ ദിവസവും ഭരണത്തെ എവാലുവേറ്റ് ചെയ്യട്ടെ, സമ്മർദ്ദം ഉണ്ടാവട്ടെ, വിമർശനം ഉണ്ടാവട്ടെ. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പറയുന്നു, പ്രകടന പത്രിക തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വർഷവും സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് ഏത് ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഈ വർഷം ഞങ്ങൾ ചെയ്തു തീർത്തു, ഏതെല്ലാം അടുത്ത വർഷം ചെയ്യണം നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് അച്ചടിച്ചു കൊടുക്കും, പുറത്തിറക്കും. ഓരോ മണ്ഡലത്തിലും പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രമായിന്ന് MLA പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ താഴത്ത് നിന്ന് ജനങ്ങളുടെ ഒരു വലിയ സമ്മർദ്ദം നിരന്തരമായിട്ട് സർക്കാരിൻ്റെ മേൽ വരുന്നത് നല്ലതാണെന്ന്. അതുകൊണ്ട് എല്ലാം ശരിയാകാത്ത എന്താണ് എന്ന് ജനങ്ങൾ ചോദിക്കട്ടെ, അതിന് ഒളിച്ചോടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അതിന് ഞാൻ സ്വാഗതം ചെയ്യുള്ളൂ. അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെയൊക്കെ അടിസ്ഥാന യുക്തി എന്ന് പറയുന്നത്. ജനങ്ങൾ അറിയുന്നു, സുതാര്യത വരുന്നു, ജനങ്ങൾ ചോദിക്കുന്നു, അതല്ലേ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നു. അതുകൊണ്ട് അതിൽ ആശങ്കയൊന്നുമില്ല. ചിലർ പറയുന്ന പോലെ ഒരു ജനവും ചിന്തിക്കുന്നില്ല പിറ്റേ ദിവസം എല്ലാം ശരിയാവുമെന്ന്. പക്ഷെ കുറച്ചൊക്കെ ശരിയാവണം. ശരിയാക്കല്ലേ, കൂടുതൽ ശരിയിലേക്ക് നീങ്ങണം. അത് നീങ്ങുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താനുള്ള നല്ലൊരു മാർഗമാണ് ജനങ്ങൾ ഇങ്ങനെ ചോദിക്കാന്ന് പറയുന്നത്. തീർച്ചയായും. യെസ്, വളരെ നന്ദി ഡോക്ടർ ഐസക്. തിരക്കിനിടയിലും ഞങ്ങളോട് പ്രതികരിച്ചു. ഫക്രുദ്ദീൻ അലി കൂടി ചേരുന്നു. ഫക്രുദ്ദീൻ, ഇവിടെ എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അറിയേണ്ടത് പ്രതിപക്ഷ നേതാവ് ആരെന്നായിരിക്കണം. കാരണം സലീം ഒരു പക്ഷേ അവിടെ ഇന്ന് ക്യാമ്പ് ചെയ്യുകയാണ് തലസ്ഥാനത്ത്. കാരണം മുഖ്യമന്ത്രിക്ക് ഒപ്പം നിന്ന് ക്യാമ്പ് ചെയ്യുകയാണ്. ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നീങ്ങുകയാണ്. ആരായിരിക്കും ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവായിരിക്കണം. ഇന്ന് കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടി ആകുമോ? ഉമ്മൻചാണ്ടി ആയിരിക്കണം. അയാളാണ് ഏറ്റവും ശക്തൻ. കെ കരുണാകരന് ശേഷം ഇത്രയും ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധമുള്ള ഹൈക്കമാൻഡിനെ വരെ നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു നേതാവ്. ആ തരത്തിൽ സുധീരൻ വളർന്നിട്ടില്ല. അല്ലല്ല, ഞാൻ ഉമ്മൻചാണ്ടി ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളാ. പിന്നെ കോൺഗ്രസിന് ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സുധീര MLA അല്ല, സുധീര ആ രീതി എമേർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ. രമേശ് ചെന്നിത്തല എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ സ്വാധീനം ഇല്ല. കെ മുരളീധരനാണ് ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ പൊസിഷൻ ആ രീതിയിലല്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തനായ നേതാവ്, കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ കമാൻഡ് ചെയ്യാൻ പറ്റുന്ന നേതാവ് ഉമ്മൻചാണ്ടിയാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിനെ ആവേണ്ട എന്താ വിഷയം? യെസ്, സജീവൻ, അവിടെയാണ് ചോദ്യം ഉയരുന്നത്. കാരണം അവിടെ അത്ര പെട്ടെന്ന് ഉമ്മൻചാണ്ടിയെ ഹൈക്കമാൻഡിനെ തളർത്താനോ അല്ലെങ്കിൽ തള്ളിക്കളയാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഒരു വൻ തകർച്ചകൾ പല സംസ്ഥാനത്തിൽ നിന്ന് അത് വീണ്ടും ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയുമോ അവിടെ? മാത്രമല്ല ഘടകകക്ഷികളുടെ ഒക്കെ നിലപാട്. ഇല്ല, ഉമ്മൻചാണ്ടിയുടെ കാര്യം, ഉമ്മൻചാണ്ടി എത്രമാത്രം ശക്തനാണെന്നൊക്കെ പറഞ്ഞാലും ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ പതനത്തിന് പ്രധാന കാരണമായി തീർന്നുള്ളത് ആരോപണ വിധേയരിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി. നമ്മളത് കാണാതെ പോയിട്ട് കാര്യമില്ല. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്ത് എന്തുകൊണ്ട് ഇത്രയും വികസനത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ടേക്ക് പോയി അത് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. വികസന പദ്ധതികൾ ധാരാളമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രചരണായുധം. എന്നിട്ട് പോലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിക്ക് കൂടി പങ്കുള്ള ഒന്നാണ്. അദ്ദേഹം കൂടി ആരോപണ വിധേയനായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ വീണ്ടും പതനത്തിലേക്ക് കാരണമായി തീർന്ന ഒരാൾ പ്രതിപക്ഷ നേതാവുക എന്നൊരു പ്രശ്നം കിടക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഐ ഗ്രൂപ്പിനെ കുറെ കൂടി സ്വാധീനമുണ്ട്. ഐ ഗ്രൂപ്പ് MLA മാരാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയെ ഒരു നേതൃമാറ്റം, അവിടെ മുഖ്യമന്ത്രി ഉള്ളപ്പോൾ നേതൃമാറ്റം മാത്രമല്ല, പ്രതിപക്ഷത്തിൽ തന്നെ ഒരു നേതൃമാറ്റത്തിൻ്റെ ഒരു പരിഗണന സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡ് കൊടുത്താൽ ഞാൻ അത് അത്ഭുതപ്പെടുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന ആളാവുമെന്നും പറയുക. പ്രതിപക്ഷ നേതാവായിട്ട് പിന്നെ ഉമ്മൻചാണ്ടി വന്നാലും ചെന്നിത്തല വന്നാലും ഇനി വി എം സുധീരനെ തന്നെ കൊണ്ടുവന്നാൽ പോലും അതൊരു മറ്റുള്ള ആളുകളെ ഇപ്പൊ എന്നെ പോലുള്ള ആളുകൾക്കൊന്നും ഒരു തരത്തിലും ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ അതേ സമയത്ത് പറഞ്ഞോളൂ ചുരുക്കി താങ്കളുടെ നിഗമനത്തിൽ ഒറ്റ പേര് പറഞ്ഞാൽ നിഗമനത്തിൽ സജീവൻ നിഗമനത്തിൽ എനിക്കില്ല സാധ്യത കുറെ കൂടി ഉമ്മൻചാണ്ടിക്കാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ചെന്നിത്തലയുടെ സാധ്യത കുറയ്ക്കാൻ കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. ചെന്നിത്തലയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സംബന്ധിച്ചുള്ള ചർച്ചയാണ് അവിടെ പറയാനുള്ളത്. ആരായിരിക്കും ഒരുപക്ഷെ ചെന്നിത്തല
ഉമ്മൻചാണ്ടി, ഈ രണ്ടായിരിക്കും, അതിനപ്പുറത്തേക്ക് മറ്റു സാഹചര്യങ്ങളുണ്ട്. അല്ലല്ലോ, ഉമ്മൻചാണ്ടി ആവാനാണ് സാധ്യത, ഉമ്മൻചാണ്ടിയാണ് ആവേണ്ടത്. അല്ലെങ്കിൽ മുരളീധരൻ അല്ലെ വി ഡി സതീശനായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ സതീശൻ അല്ല നമ്മുടെ സജീവേട്ടൻ പറഞ്ഞ നിർദ്ദേശം വെക്കുകയാണ് KPCC വെക്കുന്നത്. അതെ, അതായത് സൗകര്യം പോലെ ചെയ്യട്ടെ. സജീവേട്ടൻ പറഞ്ഞതിൽ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. CS നമ്മുടെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. മലയാളി വികസനത്തിന് 4% ഇമ്പോർട്ടൻസേ കൊടുക്കുന്നുള്ളൂ. അത് അഴിമതിക്കാണ് 11% ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾ പറയുന്നതിൽ വലിയൊരു കാര്യമില്ല. അഴിമതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അഴിമതി അടൂർ പ്രകാശ് ഉണ്ട്, അയാൾ ഐ ഗ്രൂപ്പ് തന്നെയല്ലേ. ഇതിന്റെ ഒന്നും പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ തലയിൽ മാത്രം കെട്ടിയത് ശരിയല്ല. പേരാണ് പ്രകൃതിയും നിർദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ പരിശോധിക്കാവുന്നത്. ശ്രീ VV രാജേഷ്, കാരണം അവിടെ ആ ഒരു സാഹചര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയാൽ, നിങ്ങളുടെ ആഭ്യന്തര കാര്യമല്ല എങ്കിൽ കൂടി, പ്രതിപക്ഷ നേതാവ് അല്ല, പ്രതിപക്ഷ നേതാവ് ആരാവണം എന്നുള്ളതിനെ കുറിച്ച് ആഭ്യന്തരമല്ല എങ്കിൽ കൂടി നിങ്ങളുടെ ആഭ്യന്തരത്തിലേക്ക് ഞാനൊന്ന് വരാം. അതായത് BDJSനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതിന് എങ്ങനെയാണ്? കാരണം ശതമാനക്കണക്കടക്കം BDJS ഇല്ലാത്ത സാഹചര്യത്തിലെ കണക്കുകളും വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ അന്തരം പരിശോധിച്ചാൽ, ഞാൻ അതിൻ്റെ വ്യക്തമായ ഒരു പക്ഷേ സ്റ്റിക്ക് ഓൺ ചെയ്തൊരു പോയിന്റ് ഒരു പക്ഷേ രാജേഷിലും കാണും. BDJSനെ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്ന? പൂർണ്ണ മനസ്സോടുകൂടി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും? അല്ല, ഞങ്ങൾക്ക് വളരെയേറെ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ ഒരു സീറ്റിലായാലും ഞങ്ങൾ ജയിച്ചു. 7-8 സീറ്റിൽ ഞങ്ങൾക്ക് 2ാം സ്ഥാനത്ത് വരാൻ സാധിച്ചു. അങ്ങനെയുള്ളൊരു വിജയം സമ്മാനിച്ച ഒരു കൂട്ടത്തിലുള്ള ഒരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് മുൻപത്തേക്കാൾ സജീവമായിട്ട് ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ആ രീതിയിൽ ഞങ്ങൾക്കൊരു ചരിത്ര വിജയം സമ്മാനിച്ച കൂട്ടുകക്ഷി എന്നുള്ള നിലയ്ക്കുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഇനി ഭാവിയിൽ. തീർച്ചയായും ഉണ്ട്. ബിജെപിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചതിൽ തീർച്ചയായും ഉണ്ട്. അല്ല, NDAയുടെ വോട്ട് ഷെയറാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതിൽ CK ജാനുവിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, കേരള കോൺഗ്രസ് PC തോമസിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, BDJSന്റെ ഉണ്ട്. ആരായില്ലെന്ന് പറഞ്ഞത് ഉണ്ട്. അവസാനമായി ഒരുപക്ഷെ ഡോക്ടർ മേരി ജോർജ് മാറി നിന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് എന്തായാലും ഒരു മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കാൻ എന്തായാലും ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരുപക്ഷെ സലീം അടക്കം ഇന്നലത്തെ ചർച്ചകളിലൊക്കെയും ചിന്തിച്ചത് ഈ ഒരു ഘട്ടം ഇങ്ങനെ ദിവസങ്ങളോളം VS പിണറായി എന്ന ചർച്ചയിലേക്ക് കേരളം പോകും. പക്ഷേ അതിനെന്തായാലും തടയിട്ടുകൊണ്ട് പൂർണ്ണ തീരുമാനത്തിലേക്ക് പോകാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു, LDFന് കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ബംഗാളിലെ പരാജയം ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്. അത് അവർ എന്തായാലും അവിടെ പരിശോധിക്കുന്ന കാര്യമാണ്. കേരളത്തിലെ തീരുമാനത്തിന്റെ പിന്നിൽ അതുകൊണ്ട് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ വരവ് വളരെ അനായാസമാക്കിയത് ബംഗാളിലെ പരാജയമാണ്. അപ്പോൾ PB കുറെ കൂടി വീക്കൻ ചെയ്യപ്പെട്ടു. ഞാൻ ചോദിച്ചത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഉമ്മൻചാണ്ടിയെ അത്ര പെട്ടെന്ന് തള്ളാൻ കഴിയുമോ? ഡോക്ടർ മേരി ജോർജ് അറിയുന്ന തന്ത്രശാലിയെ ഉമ്മൻചാണ്ടി, ഒപ്പം അതേ സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്ന രമേശ് ചെന്നിത്തല. അതായത് എനിക്ക് രണ്ടുപേരോടും വളരെ ആദരവുള്ള രാഷ്ട്രീയക്കാരാണ്. പക്ഷേ 5 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് A to Z എല്ലാ കാര്യങ്ങളും, അതായത് ഘടകകക്ഷികളുടെ കാര്യമാണെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റി സമഗ്രമായിട്ട് അറിയുന്നയാളാണ് ഉമ്മൻചാണ്ടി. പക്ഷേ അദ്ദേഹം ഇപ്പോൾ എനിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം വേണ്ട എന്ന് പറയുന്നത് ഈ പരാജയത്തിൻ്റെ ഭാരം ഞാൻ ചുമക്കുന്നു, അങ്ങനെയാണല്ലോ അതിനകത്ത്, അതായത് മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ അന്ന് കുറ്റം ചെയ്തിട്ട് മറുകണ്ഠം ചാടി അവിടുന്ന് ജയിച്ചു വന്ന MLA-മാർ വരെ ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോൾ അങ്ങനെയുള്ളവർ ആ കുറ്റം പോലും ഏറ്റെടുത്തതാണ് ഈ മുഖ്യമന്ത്രി. ഞാൻ അതും ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതും എൻ്റെ അറിവോടുകൂടി എന്ന രീതിയിൽ പറഞ്ഞ ആളാണ്. ഉമ്മൻചാണ്ടി തന്നെ തുടരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം തന്നെ വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഇപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ VM സുധീരനോ രമേശ് ചെന്നിത്തല, ഇവർ രണ്ടുപേരിൽ ആര് വന്നാലും വരാൻ പറ്റില്ല. അപ്പോൾ രമേശ് ചെന്നിത്തല വന്ന അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ വിചാരം, അദ്ദേഹത്തെക്കാൾ കൂടുതൽ മുഴുവൻ സിറ്റുവേഷനും നന്നായി അനലൈസ് ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരാൾ, പിന്നെ സമന്വയത്തിൻ്റെ ഭാഷ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണ് ഉമ്മൻചാണ്ടി എന്ന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് പ്രതിപക്ഷത്തിന് പോലും മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതെ. ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പൂർണ്ണമാവുകയാണ്. പിണറായി വിജയൻ അമരത്തേക്ക് എത്തുന്നു. ഇനി കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ വളരെ ഭദ്രമായി തന്നെ പിണറായി വിജയനിൽ എത്തപ്പെടുമോ, അതിൻ്റെ സാമ്പത്തികമായ സാഹചര്യങ്ങൾ അടക്കം പരിശോധിക്കുകയായിരുന്നു കഴിഞ്ഞ 2 മണിക്കൂറിൽ. രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്കും പോയി. ചർച്ചയിൽ പങ്കുചേർന്ന ഡോക്ടർ തോമസ് ഐസക്, ഒപ്പം അഡ്വക്കേറ്റ് PA സലീം, KPCCയുടെ സെക്രട്ടറിയാണ്, ഒപ്പം VV രാജേഷ്, സാമ്പത്തിക വിദഗ്ധ കൂടിയായ മേരി ജോർജ്, ഒപ്പം PM മനോജ്, നേരത്തെ അതിന് തൊട്ടു മുൻപ് ചർച്ചയിൽ പങ്കെടുത്ത PM മനോജ്, ഒപ്പം ജേക്കബ് ജോർജ് തുടങ്ങിയ പ്രമുഖർ കൂടി ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.